ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെസ്റ്റ് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വാമപ്പൊക്കെ ഞാൻ കുറച്ച് സ്പീഡിൽ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. ഒരുപാട് ഡിലേ വരുത്താണ്ടിരിക്കാനോ നിങ്ങൾക്ക് ബോറടിപ്പിക്കാതിരിക്കാനാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും ഇഞ്ചുറി ഇല്ലാതെ വർക്കൗട്ട് ചെയ്ത് നല്ലൊരു മസിൽ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, എങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഒരാളുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് സ്പീഡിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുവാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഇപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇൻക്ലൈൻ ബാർബൽ പ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻക്ലൈൻ ബാറിലാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു 10ൻ്റെ വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എന്താണ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്? ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അപ്പർ ചെസ്റ്റിലേക്ക്, ചെസ്റ്റിൻ്റെ അപ്പർ ചെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അത് നമ്മൾ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബെഞ്ച് ഒരു 30 ഡിഗ്രിയോ അല്ലെങ്കിൽ 45 ഡിഗ്രിയോ വരെ ആംഗിളിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ എൽബോ ലോക്ക് ചെയ്യേണ്ടതില്ല. നമ്മൾ കൺട്രോൾ ഓഫ് മോഷൻ അതിൽ പ്രസ് ചെയ്യണം. ഇതുപ്രകാരം ബാറ് നമ്മുടെ അപ്പർ ചെസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പതിയെ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് പുഷ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത വെയിറ്റ് നമ്മൾ ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെയിറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ലോഡ് ചെയ്യണു. ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്, അല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. കുറച്ച് സ്പീഡിലാണ് ഞാനിത് കാണിക്കുന്നത്, അല്ലാണ്ട് ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് സെറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് ബാക്കിയുള്ള സെറ്റ് ഞാൻ സ്പീഡിൽ ഇങ്ങനെ പോണത്. തേർഡ് സെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലോഡ് ചെയ്യണേ. ഈ ബെഞ്ച് ആംഗിൾ ഒരു 35 മുതൽ 45 ഡിഗ്രി തന്നെ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിന് ഇഞ്ചുറി വരാനും കൂടുതൽ സ്ട്രെസ് വരാനും ചാൻസ് കൂടുതലാണ്. ഞാനപ്പോൾ ഓരോ സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും പോസ് ചെയ്ത് നോക്കും. ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പോസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ ഷോൾഡർ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ പ്രസ്സിങ് സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ നല്ല ഉപകാരപ്പെട്ടൊരു വർക്കൗട്ടാണിത്. അപ്പോൾ നമ്മൾ അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇൻക്ലൈൻ ഡംബൽ പ്രസ്സാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ വെയിറ്റിൽ ഓടിക്കണം. അപ്പോൾ നമ്മൾ ഇൻക്ലൈൻ ഡംബൽ പ്രസ് ടാർഗറ്റ് ചെയ്യണ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ചെസ്റ്റിലാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇൻക്ലൈൻ ബെഞ്ച് നമ്മളൊരു 35-45 ആ ഒരു ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുക നമ്മൾ. എന്നിട്ട് ഡംബൽ പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇറക്കുക. കൈകൾ രണ്ടും വല്ലാതെ പുറകിലേക്ക് പോകുന്ന, സ്പ്ലിറ്റായിട്ട് പുറകിലേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഡംബലുകൾ ചുമലിനോട് ചേർത്ത് അടുത്ത് പിടിച്ച് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് പോസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് സ്ട്രെച്ച് ആവുന്ന പോലെ വരെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡംബൽ അത് കൺട്രോളായിട്ട് വേണം ചെയ്യേണ്ടത്. നമുക്കൊരു 10 മുതൽ 12 റെപ്സ് വരെ ചെയ്യാവുന്നതാണ്. ഞാൻ 4 സെറ്റ് ഇവിടെ ചെയ്യണുണ്ട്. തേർഡ് സെറ്റ് അടിക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ ഓരോ സെറ്റും ഇത്തിരി ഡിലേ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ കാണാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ സ്പീഡിൽ ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ലല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും സ്ലോവിലേക്ക് എത്തിച്ചത്. നമ്മളിങ്ങനെ പോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മളോട് ഒരുപാട് പേര് കമൻറ്റ് പറയുന്നുണ്ടാവും കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് പറയാനുണ്ടാവും. ഓക്കെ, അതൊക്കെ രസമാണ്. ഓക്കെ, അടുത്ത സെറ്റും നമ്മൾ എടുത്തു. ലാസ്റ്റ് സെറ്റ് അടിക്കാനാണ് പോണത്. ഓക്കെ, പ്രസ് കൺട്രോൾ ചെയ്യുക, പ്രസ് ചെയ്യുക. കണ്ടോ, മുട്ട് വല്ലാണ്ട് നമ്മൾ വൈഡായിട്ടൊന്നും പോണില്ല. ഓക്കെ, ഇതുപോലെ
പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സെറ്റ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സെറ്റും കൂടി നമുക്ക് ചെയ്യാം. റെഡി. നമ്മളെ മൈൻഡും മസിലും എത്രത്തോളം കണക്ഷൻ വരുന്നോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പെക്ക് ഡെക്ക്. അപ്പോൾ ആദ്യം നമ്മൾ സീറ്റും വെയിറ്റും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതിൻ്റെ ഹാൻഡിൽ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സീറ്റിംഗ് പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ലെവലിൽ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പെക്ക് ഡെക്ക് ചെയ്യേണ്ടത്. ഉണ്ടോ, നമ്മൾ ഓവറായിട്ട് കൈ താഴാനോ അല്ലെങ്കിൽ പൊന്തി നിൽക്കാനോ, എപ്പോഴും ചെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. ചെസ്റ്റ് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് വേണം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ. ഓക്കെ, നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ സ്ക്യൂസ് ചെയ്ത് ചെയ്യുക. ചെസ്റ്റ് വിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ. വല്ലാണ്ട് തല താഴ്ത്തി വെക്കുകയും വേണ്ട, നമ്മൾ വല്ലാണ്ട് തല പൊന്തിച്ച് വെക്കുകയും വേണ്ട, അങ്ങനത്തെ രീതിയൊന്നും വേണ്ട. കാലുകൾ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് കൈകൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ഓവറായിട്ട് പുറകിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതുപോലെ ഉണ്ടോ, ചെസ്റ്റിൻ്റെ ആ പമ്പിങ് കണ്ടില്ലേ, നല്ല പമ്പിങ് നമുക്ക് കിട്ടും അപ്പത്തിനും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പോസ് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും ചെയ്യട്ടെ. ഞാൻ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യും. അടുത്തത് നമ്മൾ വെയിറ്റ് കയറ്റി. അപ്പോൾ ഒന്നിങ്ങനെ ഒന്ന് കുറച്ച് നേരം പലരും കമൻറ്റ് കേട്ട് നിൽക്കുകയാണ്, ഞാൻ എന്തിനു വീഡിയോ എടുക്കണേ എന്നാണ് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പെക്കഡൊക്കെ ഓവർ ലെങ്ത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പെക്കഡൊക്കെ എല്ലാവർക്കും പറ്റും. ഓക്കെ, കണ്ടോ, കുറച്ച് വെള്ളം കുടിക്കാം. അപ്പോൾ വെള്ളം കുടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പെക്കഡൊക്കെ അടിക്കുകയാണ്. ഇതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്തിട്ട് മസിൽ മൈൻഡ് കണക്ഷൻ, അതൊരു വല്ലാത്തൊരു കണക്ഷനാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ആട്ടി കറക്റ്റ് നമുക്ക് എഫക്റ്റ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് എത്രത്തോളം ഈ വർക്കൗട്ട് എഫക്റ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവും. ഞാൻ അത്രയും അത് ആസ്വദിച്ചിട്ട് ചെയ്യാന്ന് പറയില്ലേ. ഓക്കെ, സെയിം കൺസെപ്റ്റ്. ഗ്ലാസ് സെറ്റ് ചെയ്യാണ്. ഇത് നമ്മൾ ശരിക്കും ഈ പെക്കഡൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മസിലിൻ്റെ അപ്പർ മസിലും അതുപോലെ തന്നെ ഇന്നർ മസിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്ത വർക്കൗട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ക്രോസ് ഓവർ. ചെസ്റ്റിൻ്റെ ക്രോസ് ഓവർ കേബിളിൽ. ഓക്കെ, നമ്മൾ ആദ്യം ആ വെയിറ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് ഗ്രിപ്പൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് നിൽക്കണം. അപ്പോൾ അതിനിടയ്ക്കാണ് വാച്ചിൻ്റെ കാര്യം ഓർമ്മ വന്നത് ദൂരി. ഓക്കെ, ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് നിന്ന് കൈകൾ കണ്ടില്ലേ, ഇതുപോലെ നിൽക്കണം നമ്മുടെ കൈകൾ. ഓവറായിട്ട് പിന്നിലേക്ക് പോകാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് നമ്മൾ വല്ലാണ്ട് ചുരുങ്ങിപ്പോകാനും പാടില്ല. ഈ രീതിയിൽ വേണം പെക്കഡൊക്കെ അടിക്കണം. നമ്മുടെ ലോവർ ചെസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഈ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ. നമ്മൾ തല എപ്പോഴും ഒരു ന്യൂട്രൽ പൊസിഷനിൽ കീപ്പ് ചെയ്ത് ചെയ്യാണ് നല്ലത്. ഓവറായിട്ട് ഹാങ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയൊന്നും വേണ്ട. ഇതുപോലെ വേണം നമുക്ക് ശരിക്കും നമുക്ക് ലോവർ ചെസ്റ്റിൽ ശരിക്കും നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിൽ വേണം ഈ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശരിക്കും നമ്മളൊന്ന് ഇങ്ങനെ നോക്കും. ആ ഒരു പോസിങ്ങിൽ കിട്ടുന്ന ഒരു ഹാപ്പി നല്ലൊരു ഹാപ്പിയാണ്. ഓക്കെ, കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തത് വെയിറ്റ് കയറ്റി രണ്ട് സൈഡിലും വെയിറ്റ് ഒരുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനിടയ്ക്ക് പലരും കമൻറ്റ് പറയുന്നുണ്ട്. ഓക്കെ, സെറ്റ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഇത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വെയിറ്റ് ഇട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു എഫേർട്ടിൽ എനിക്ക് കാണിക്കേണ്ടി വരുന്നത്. ഓക്കെ, ഞാൻ സെറ്റ് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഇങ്ങനെ അടിച്ച് പോണതാണ് കാണിക്കുന്നത്. സെറ്റിൻ്റെ പകുതി ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഓരോരുത്തർ വന്ന് ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പോസ് ചെയ്യും. അത് എൻ്റെ സ്റ്റുഡൻ്റാണ്, പുള്ളി ഇതുപോലെ ഇടയ്ക്കൊക്കെ വന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമൻ്റൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോവും. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ സെറ്റിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ കാണിക്കണുള്ളൂ. പക്ഷേ ഞാൻ 4 സെറ്റാണ് എല്ലാ വർക്കൗട്ടിലും ചെയ്യണത്. 4 സെറ്റ് ചെയ്തിട്ടാണ് ഓരോ ഇതും ഞാൻ അവസാനിപ്പിക്കൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എനിക്ക് ശരിക്കും ചെസ്റ്റ് ഇതൊക്കെ അടിക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് എഫക്റ്റ് ആവും. അപ്പോൾ അതിനിടയ്ക്ക് ഓരോരുത്തർ അവരെ ഏതാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പോസിങ് ജസ്റ്റ് സൈഡ് ചെസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഒരു ആഹ്ലാദത്തിൽ അവിടുത്തെ വർക്കൗട്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്യാം കേബിൾ ക്രോസ് ഓവർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് പ്രസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. 10 വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യാൻ പോവുകയാണ്.
ഇനി നല്ലൊരു ലോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റിൽ ബെഞ്ച് പ്രസ് അടിക്കുന്നത്. ഓക്കെ, എൻ്റെ ഷെഡ്യൂൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ശരിക്കും കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ. കൈ വല്ലാതെ വൈഡായിട്ട്, മുട്ടുകൾ നമ്മൾ വല്ലാണ്ട് ബെൻഡ് വൈഡാവാനോ കൈ വല്ലാണ്ട് അടുത്ത് പിടിക്കാനോ നമുക്ക് പാടില്ല. അതുപോലെ തന്നെ ഇറക്കുമ്പോൾ പലരും പുറകിലേക്ക് മുട്ട് പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാണ്ട് ഇപ്പം ഞാൻ നിർത്തിയേക്കുന്ന പൊസിഷൻ കണ്ടില്ലേ, നമ്മുടെ ഷോൾഡർ വിട്ട് കഴിച്ചിട്ട് വേണം നമ്മൾ ഗ്രിപ്പ് പിടിച്ച് ഇതുപോലെ പതുക്കെ ഇറക്കി ടാർഗറ്റ് ചെയ്ത് നമ്മൾ മസിലിൽ ചെയ്യുക. ഞാൻ ഓരോ വർക്കൗട്ട് കഴിയുമ്പോൾ ചെറിയ റെസ്റ്റ് എടുക്കും. അടുത്ത സെറ്റ് ഞാൻ വെയിറ്റ് കൂട്ടണില്ല, ഈ വെയിറ്റിൽ തന്നെ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാല് കയറ്റി വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഫ്ലോറിൽ ഞാൻ ഉറപ്പിച്ച് വെക്കാറില്ല. നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫ്ലോറിൽ ഉറപ്പിച്ച് വെക്കേണ്ടി വരും. ഞാൻ ടൈറ്റ് ചെയ്ത് മാക്സിമം ഫോക്കസ് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെയിറ്റ് കുറച്ചിട്ടിട്ട് അടിക്കുന്നത്. ഓക്കെ, നമുക്കൊരു സെറ്റും കൂടിയും ഒന്ന് ചെയ്യാം. ഞങ്ങളുടെ കാല് ഞാൻ ഇതുപോലെ കയറ്റി വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും കൂടിയും എഫക്റ്റ് ആവുന്നുണ്ട് വർക്കൗട്ട്. ശരിക്കും പറഞ്ഞാൽ കാലങ്ങനെ കയറ്റി വെക്കണം നിർബന്ധമൊന്നുമില്ലടാ. ശരിക്കും ഫ്ലോറിൽ ഉറപ്പിച്ച് വെക്കണം എന്നാണ് അതിൻ്റെ ശരിക്കുള്ള തിയറി. ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് പരിപാടി, നമ്മൾ ആ വർക്കൗട്ടൊക്കെ തീർന്നപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. നമ്മൾ ചെസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വിട്ടുക. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ച് ഫുൾ സ്ട്രെച്ചിങ് നമുക്ക് ചെസ്റ്റിന് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ട്രെച്ചിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂൾ ഡൗൺ സെക്ഷനും കൂടിയാണ് കേട്ടോ. അത് കൂൾ ഡൗൺ സെക്ഷനാണ് നമ്മുടെ. അപ്പോൾ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെയായാലും ഒരു മിനിമം ഒരു നോർമൽ ഒരു ഈ സ്ട്രെച്ചിങ്ങിലും ചെയ്തിട്ട് വേണം നമ്മൾ അത് കൺക്ലൂഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്